ഈ ഡോറ് അടഞ്ഞു കിടക്കാണ്. ഈ ഡോറ് അടഞ്ഞു കിടക്കാൻ അല്ല, ഡോർ ഓപ്പൺ ആണ്. എങ്ങനെ പറയും? ഈ ദർവാജ ബന്ദ്, ദർവാജ ദർവാജ ബന്ദ്, ഈ ദർവാജ ഓപ്പൺ ഹെ. ഈ രീതിയിൽ വീടുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ കൂടി നമുക്കെന്ത് പഠിക്കാം. വീടിന് ഹിന്ദിയിൽ എന്താ പറയുക? ഹൗസിന് ഹിന്ദിയിൽ എന്ത് പറയും? ഘർ എന്ന് പറയും. യെ മേരാ ഘർ ഹെ, ആപ്കാ ഘർ കഹാ ഹെ? ഘർ. യെ ഘർ കി സമാൻ, ഘർ കി സമാൻ ഹെ. ഇത് വീട്ടിലെ സാധനങ്ങളാണ്. അപ്പോൾ ഘർ എന്ന് പറഞ്ഞാൽ വീട് എന്നാണ്. ദർവാജ ദർവാജ എന്ന് പറഞ്ഞ വാതിൽ എന്നാണ്. ഇനി ജനൽ, കഭി കഭി ഹമാര ഖിഡ്കി ബന്ദ് നഹീ ഹോത്തെ ഹൈ, കഭി കഭി ഹമാര ഖിഡ്കി ബന്ദ് നഹീ ഹോത്തെ. ഇടയ്ക്ക് നമ്മുടെ ജനാലകൾ അടക്കാറില്ല, ബന്ധാവൂല എന്ന് പറയും. ഖിഡ്കി എന്ന് പറഞ്ഞ ജനൽ എന്നാണ്. ഓക്കെ, അപ്പോൾ ദർവാജ വാതിലാണ്, ഖിഡ്കി എന്ന് പറയുന്നത് പിന്നെ ജനലാണ്, പിന്നെ അതുപോലെ ഘർ എന്നാൽ വീടാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം വാക്കുകളുണ്ട്. ഇപ്പം നേരത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, കുർസി എന്ന് പറഞ്ഞാൽ കസേരയാണ്. മാസ് എന്നാൽ മേശയാണ്. മാസ് എന്നാണ് മേശയ്ക്ക് പറയാം. ഇനി അതുപോലെ നമുക്ക് വെളിച്ചമില്ല, വെളിച്ചം രോഷ്നി എന്ന് പറയാം. രോഷ്നി നെയ്യേ, രോഷ്നി ജി നെയ്യേ. ഇതിൽ ലൈറ്റ് ഇല്ല, ജയിൽ ലൈറ്റ് ഇടും എന്ന് പറയണം. എങ്ങനെ ലൈറ്റ് ഇടാം? ജലാവോ എന്നാ പറയാ. ജലാവോ എന്ന് പറയും. ജലാവോ യാർ, ലൈറ്റ് ജലാവോ, രോഷ്നി ജലാവോ എന്ന് പറയും. ജലാവോ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ലൈറ്റിന് അതാണ് പറയാം. ലൈറ്റ് എന്ന് പറയുമ്പോൾ രോഷ്നി. അതുപോലെ തന്നെ ക്ലീനിങ്ങിന് സഫായി കർണ, സാഫ് കർണ. ഹമാര റൂം സാഫ് ഹോന ചെയ്യേ. സാഫ് കർണ, ക്ലീൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ സാഫ് കർണ, ക്ലീൻ ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന കിച്ചൺ ഉണ്ടാവുമല്ലോ. കിച്ചണിൽ നമ്മൾ ഫുഡിനെ പറ്റി എന്താ പറയുക? ഫുഡിന് ഖാന എന്ന് പറയും. ജനറലായിട്ട് ഫുഡിന് ഖാന എന്ന് പറയും. ഈ ഖാന ബനാത്തേ ഹേ, യഹാ ഹം ഖാന ബനാത്തേ ഹേ. ഇവിടെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കും. യഹാ യം ഖാന ബനാത്തേ ഹേ. ഈ ഖാന. അതുപോലെ തന്നെ ബർത്തൻ പ്ലേറ്റുകൾക്ക് പറയുന്ന പേരാണ്. അങ്ങനെ കുറേ പേരുകൾ നാടൻ ഉപയോഗത്തിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പഠിച്ചാൽ ഹിന്ദിക്കാരോട് സംസാരിക്കാൻ നിങ്ങൾക്ക് വളരെയധികം ഭംഗിയായിട്ടുണ്ടാകും. അതുകൊണ്ട് ഒന്നുകൂടി നിങ്ങളോട് പറയാനുള്ളത് എന്താണ്? ഹിന്ദി സംസാര ഭാഷ നിങ്ങൾക്കറിയണോ? ഇത്തരം വാക്കുകൾ പഠിക്കുക. എന്തായിരുന്നാലും ഹിന്ദി ഭാഷ നിങ്ങൾക്ക് അവരോടൊപ്പം സംസാരിക്കുവാൻ ഈ കോഴ്സ് മതിയാകും. എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് എന്ന കാര്യം കൂടി ഞാൻ ഇന്നോട് ഓർമ്മപ്പെടുത്തുന്നു. ധന്യവാദം. ശുക്രിയ.